ജന്തർ മന്ദറിനെ ഇളക്കിമറിക്കാനെത്തിയ പാറ്റകളുടെ പ്രതിഷേധ പരിപാടി കുളമായി. പ്രതീക്ഷിച്ചതുപോലെ പങ്കാളിത്തം ഉണ്ടാകാതിരുന്നതോടെ പാറ്റ പാർട്ടിയെ ഞെട്ടിച്ചു. പ്രതിഷേധ പരിപാടികളിൽ പാളിയതോടെ പാറ്റകൾ പല വഴിക്കായി. CJPയുടെ ആദ്യത്തെ പരിപാടി തന്നെ ചീറ്റിപ്പോയതിൻ്റെ ക്ഷീണത്തിലാണ് CJPയുടെ പ്രധാനപ്പെട്ട സംഘാടകർ. അതേസമയം ഈ പാറ്റ പാർട്ടിയുടെ അണികൾ പ്രതിഷേധിക്കുന്ന ജന്തർ മന്ദറിൽ ദേശീയ പ്രസ്ഥാനങ്ങളും പ്രതിഷേധവുമായി എത്തിയതോടെ നേരിയ തോതിലുള്ള സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. TS ആദർശ് ജന്തർ മന്ദറിൽ നിന്നും ചേരുകയാണ്. ആദർശ്, ഇപ്പോൾ ചില നാടകീയ രംഗങ്ങൾ ജന്തർ മന്ദറിൽ നടന്നിരുന്നു. കാരണം പാറ്റകളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് അവിടെ നടക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ കൂടി എത്തിയതാണല്ലോ നേരിയ സംഘർഷത്തിന് വഴിവെച്ചത്. എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ? ഗൗതം, ചിലർ ഈ പാറ്റകളുടെ പ്രതിഷേധത്തിനെതിരെയുള്ള മുദ്രാവാക്യവുമായി വന്നു. അവർ നമ്മളോട് പറഞ്ഞത് അവർ ദേശപ്രേമികളാണ് അല്ല. അവർ പറയുന്നത് ഈ പാറ്റകളുടെ ഈ പ്രതിഷേധം ദേശവിരുദ്ധമായി പോകുന്നു. അവർ ഡൽഹി പോലീസിന് മുന്നറിയിപ്പ് നൽകുന്നു. ഡൽഹി പോലീസിന് മുന്നറിയിപ്പ് നൽകുവാൻ ഈ പാറ്റ പാർട്ടി ഏതാണ്, അവർ എന്തിനാണ് ഇത്തരത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നത്, ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം ാണ്. അത്തരം ശ്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശപ്രേമികൾ എന്ന് പറഞ്ഞ് ചിലർ വലിയ പ്രതിഷേധവുമായി എത്തിയത്. അവരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യായിരുന്നു. ഒരു സാഹചര്യമാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. അക്രമത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. ആ പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾക്ക് കാരണം നേരത്തെ ഈ പ്രതിഷേധം ഈ ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അവർ സ്വന്തമായി തന്നെ ഈ ജന്തർ മന്ദറിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ദേശപ്രേമികൾ ഈ പാറ്റ പാർട്ടിയുടെ ഈ ഒരു പ്രതിഷേധത്തിനെതിരെ രംഗത്ത് വരികയും അവർ ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്നവർ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങളടക്കം വിളിക്കുകയാണ്. അത് അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം. ആ ഒരു പ്രതിഷേധത്തിൽ അണിനിരക്കുന്നവർ അവർ ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് കയറുവാൻ ആരംഭിക്കുകയും ചെയ്തത്. അതായത് ആദർശ്, ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? കാരണം ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ളൊരു ശ്രമം നടക്കുന്നതായി അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടേത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ അവരിപ്പോൾ അവിടെ നിന്നും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ദേശീയതയുടെ ഭാഗമായി ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ചില പ്രവർത്തകർ എത്തിയിരുന്നു. അവർ ഈ പാറ്റ പാർട്ടിയുടെ പ്രതിഷേധം, ആ ഒരു പ്രതിഷേധത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഈ പാറ്റ പാർട്ടിക്കാർ പറയുന്നത് രാജ്യവിരുദ്ധ മുദ്രാവാക്യമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അവര് പോലീസ് സംഘർഷം ഒഴിവാക്കുന്നതിനായി ഈ ജന്തർ മന്ദറിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നാലെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു പ്രതിഷേധത്തിൽ അണിനിരക്കുന്നവർ അവർ ഈ ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് കയറുന്നതിനും അക്രമാസക്തമാകുന്നതിനുമുള്ള ശ്രമം നടത്തിയത്. നിലവിൽ ഇപ്പോൾ ഡൽഹി പോലീസ് ഇവിടെ കാര്യമായിട്ട് ഉള്ള പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അവർ എന്തായാലും ഈ സമരം അക്രമാസക്തമാകുന്നതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാരവാഹികൾക്ക് നൽകിയിരുന്നു. അവർ സമാധാനപരമായിട്ടുള്ള സമരമായിരിക്കും നടത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനുള്ള അനുമതി നേടിയത്. എന്നാൽ ഇപ്പോൾ ഈ സമരത്തിന്റെ സ്വഭാവം മാറുന്നതായിട്ടുള്ള കയറുന്നു, ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ സമരത്തെ ഒരു അക്രമത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സമരത്തെ ഒരു അക്രമത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ പോവുകയാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ ഉദ്ദേശിച്ച പോലെ ഒരു ആൾക്കൂട്ടം ഇവിടെ എത്തിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ ഫോളോ ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനവും ഈ സമരവുമായിട്ട് സഹകരിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് JNUവിൽ നിന്നും മറ്റുമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ കൂട്ടത്തോടെ ഈ ജന്തർ മന്ദറിലേക്ക് എത്തുകയും ഈ ഒരു സമരത്തിൻ്റെ സ്വഭാവം മാറ്റുന്നതിനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നത്. ഗൗതം, അതായത് ആദർശ്, നമ്മൾ രാവിലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടെ ഒരാളനക്കം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കാര്യമായി ഇവർ കരുതിയതുപോലെ ഒരു വലിയ ആൾക്കൂട്ടമോ പ്രതിഷേധമോ ജന്തർ മന്ദറിൽ സംഭവിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ അക്രമത്തിലൂടെയെങ്കിലും 10 പേരുടെ ശ്രദ്ധ നേടുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമാണെന്ന് തോന്നുന്നല്ലോ അവിടെ നടക്കുന്നത്.
തീർച്ചയായും ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ സമരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദേശപ്രേമികൾ എന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വന്നു. അതോടുകൂടി അവർ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സമരക്കാർ രാജ്യവിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, അവർ ഡൽഹി പോലീസിന് മുന്നറിയിപ്പ് നൽകുന്നു, അതുമല്ലെങ്കിൽ അവർ ഇവിടുത്തെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു, അവർ ഈ രാജ്യത്തെ തകർക്കുന്ന വിധത്തിലുള്ള ആശയപ്രചാരണം നടത്തുന്നു എന്നെല്ലാം ഈ ദേശപ്രേമികൾ എന്ന് പറയുന്നവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവർ ഈ സമരത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമരത്തിൻ്റെ രൂപം മാറ്റിക്കൊണ്ട് ശ്രദ്ധ നേടുന്നതിനുള്ള ശ്രമം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കാരണം നേരത്തെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ സമരത്തിലേക്ക് അവരുദ്ദേശിച്ചതുപോലെയുള്ള ഒരു ആൾക്കൂട്ടത്തെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് കയറിക്കൊണ്ട് അക്രമത്തിൻ്റെതായ ഒരു പാത സ്വീകരിച്ചുകൊണ്ടെങ്കിലും ഈ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനുള്ള നീക്കം നടത്തുന്നത് നമുക്കറിയാം. ഇനി ചില ഇടത് നേതാക്കൾ കൂടി ഇവിടെ ജന്തർ മന്ദറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം അവർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് DYFI, SFI അടക്കമുള്ള സംഘടനകൾ രംഗത്തിറങ്ങുമെന്ന്. അങ്ങനെയുള്ള ആ സംഘടനകളൊക്കെ ഇതിനായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് തന്നെ നേരത്തെ പലപ്പോഴും നമ്മളടുത്ത് സംസാരിച്ച ചിലരൊക്കെ ഭീം ആർമിയെ പോലുള്ള ചില സംഘടനകളുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെയാണോ ഇവിടുത്തെ ഈ ഭിന്നിപ്പിൻ്റെ സ്വരം, ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം അത് പറയുന്നവർ, അവരൊക്കെ ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്ത ഈ ഒരു പ്രതിഷേധത്തെ അതിനെ ഈ മാധ്യമ ശ്രദ്ധയിലേക്കും മറ്റും കൊണ്ടുവന്ന് വലിയ ഒരു സംഭവമാക്കി മാറ്റുന്നതിനുള്ള ഒരു നീക്കം, അതാണ് ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ കാണാൻ കഴിയുന്നത്. കാരണം കോക്രോച്ച് പാർട്ടി ആഹ്വാനം ചെയ്തതുപോലെ അവർ നടത്തിയ ബിൽഡപ്പിനോ അവർ ഉയർത്തിയ ഹൈപ്പിനോ പോലെയുള്ള ഒരു ആൾക്കൂട്ടത്തെ അവർക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർക്ക് ദേശപ്രേമികളുടെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പ് നേരിടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. അവർ ഈ ജന്തർ മന്ദറിലെ വേദിയിലേക്ക് ദേശപ്രേമികളെന്ന് പറഞ്ഞ് അവർ വരികയും അവർ കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുടെ മുദ്രാവാക്യങ്ങളടക്കമുള്ള ദേശവിരുദ്ധത ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറുക, പോലീസിനെ പ്രകോപിപ്പിക്കുക എന്ന നിലയിലേക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം മാറിയിരിക്കുന്നത്. ഗൗതം, ഓക്കെ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം പാളിയിരിക്കുകയാണ്. CJP രാജ്യതല സ്ഥാനത്ത് ഇന്ന് ആദ്യമായി സംഘടിപ്പിച്ച പരിപാടിക്ക് കാര്യമായ മൈലേജ് ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഒരു കൂട്ടം ചെറുപ്പക്കാരെത്തി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിൽ അവിടേക്ക് എത്തിയ പാറ്റകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ദേശസ്നേഹികളായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് CJP പ്രതിഷേധത്തിനെതിരെ അതേ ജന്തർ മന്ദറിൽ തന്നെ കുറച്ച് ചെറുപ്പക്കാർ രംഗത്തെത്തിയത്. അതോടുകൂടി അവിടെ ഒരു സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടു. കൂടാതെ ഇപ്പോൾ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ പാറ്റകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ആദർശ് തുളസീധരനാണ് വിശദാംശങ്ങളുമായി ജന്തർ മന്ദറിൽ നിന്നും ചേർന്നത്.